തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. തീർച്ചയായിട്ടും അതിദാരുണമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ആരാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ സംഭവ സ്ഥലത്ത് നമ്മൾ എത്തിയപ്പോൾ ഈ മരിച്ച ആതിര, അതുപോലെ തന്നെ ആ കുടുംബം, അവരുമായിട്ട് അവരെ പരിചയമുള്ള കുറച്ച് നാട്ടുകാർ, അവർക്കറിയാവുന്ന, അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. അവരുടെ പ്രതികരണം കേൾക്കാം. ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട ആതിരയെ അറിയാവുന്നതാണ്? അറിയാം. അത് ഇങ്ങനെ വണ്ടി കയറ്റി വിടുമ്പോൾ കൊച്ചിനെയൊക്കെ പഠിക്കാൻ വിടുമ്പോൾ നമ്മൾ കാണും, സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ വീട്ടിലൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ കാണുമ്പോൾ ബൈക്കിൽ കൊച്ചിനെ ട്യൂഷന് കൊണ്ടുപോകും, പോയിട്ട് വിളിച്ചുകൊണ്ട് വരും, കൊണ്ടുപോകും. പിന്നെ പോറ്റി നടയടച്ചിട്ടൊക്കെ ഇവിടെ വരും. പാവം പോറ്റി. പിന്നെ ബാക്കിയൊന്നുള്ള നമുക്ക് അറിഞ്ഞൂടാ. പോറ്റിയെ എത്ര വർഷമായിട്ട് അറിയാം? പോറ്റി നമ്മൾ പൂജയ്ക്ക് 16 പെണ്ണ് കെട്ട് 16 വയസ്സ് തൊട്ട് പോറ്റി നാട്ടിലുണ്ട്. എല്ലാം അറിയാം. പാവം പോറ്റി. അതുകൊണ്ട് നമുക്ക് നമ്മളിവിടെ ഉള്ളതല്ലേ, അതുകൊണ്ട് പോറ്റീനെ കുറിച്ചൊന്നും നമുക്കൊന്നും പറയാനില്ല. ഒരു വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി എന്നറിയാം? അത് എനിക്ക് അറിഞ്ഞൂടാ. കല്യാണം കഴിഞ്ഞ് പിന്നെ 6 വർഷം കമ്മറ്റിക്കാരാണ് ഈ വീടെടുത്ത് കൊടുത്തത്. ക്ഷേത്രം വകയാണിത്. അപ്പോൾ ആ പെണ്ണ് വെഞ്ഞാറ കുട്ടിയുള്ളതാണ്. അപ്പോൾ ഇവിടെ പോകാൻ പറ്റൂലല്ലേ പോറ്റിക്ക്. അങ്ങനെ സ്ഥിരം ഇവിടെ തന്നെ ഉണ്ട്. ആർക്കും ഒരു ശല്യമോ വഴക്കോ ഒന്നുമില്ല. ആരോടെയും വഴക്കില്ല. അങ്ങനെയൊന്നും പോണതല്ല. ഇത് എന്തെന്ന് നമുക്ക് അറിഞ്ഞൂടാക്കണം. എല്ലാവരും ഓടി, നമ്മൾ ഓടി. അപ്പോഴാണ് അറിയണത്. ഒരു കുഞ്ഞുണ്ടല്ലേ? പാവം കുഞ്ഞ്. പിന്നെ ഞങ്ങൾ സംസാരിക്കുകയും ചെയ്ത കൊച്ചാളിൻ്റെ അടുത്ത് 2 പഠിക്കണ്. 6 വയസ്സായില്ലേ രാമോയ്. അപ്പോൾ ഇന്നത്തെ സംഭവത്തെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത്? ഇങ്ങനെ ഒരു മരണം എല്ലാവരും കൂടെ അവിടെ നിന്ന് ഓടി കഴിഞ്ഞിട്ട് ആമ്പിള്ളേരൊക്കെ. അപ്പോൾ ഓടിയപ്പോൾ ഞങ്ങളും പിറക്കൊന്ന് ഓടിയപ്പോൾ ഇവിടെ പോലീസൊക്കെ നിൽക്കണം. അത്രേ അറിയാവൂ. അല്ല എപ്പോഴാണെന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല. ആളുകൾ വന്നപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. കൊച്ചിനെ വിട്ട് ഞങ്ങൾ കണ്ടിട്ട് കൊച്ചിനെ വിട്ട് പിള്ള കൊച്ചിനെ വിട്ട് രാവിലെ അപ്പുറത്തൊരു കൊച്ചിനെ ഇതിനെ ഒത്താണ് 2 തള്ളാരും കൂടെ വിടണം. അത് അങ്ങോട്ടും പോകും, ഇതിന് കയറുകയും ചെയ്യും. കയറി ഇവിടെ അങ്ങ് അടയ്ക്കും, തുറന്നിടൂല. പിന്നെ അവൾ വെളിയിറങ്ങൂല. പിന്നെ കൊച്ചിനെ വിളിക്കാൻ നേരത്ത് പോറ്റി വരുമ്പോഴേ തുറക്കുള്ളൂ. അയൽവശത്ത് വേറെ വീടൊന്നും ഇല്ല. ഇവിടെ താമസക്കാരില്ല, മുസ്ലിങ്ങളതാണ്. അവർ വാടകയ്ക്ക് കൊടുത്ത് അവർ ജോലിക്ക് പോകും. താഴെയൊന്നും ആരുമില്ല. ഒരു കിളവ് യാത്ര ഉണ്ടാകും, ഉള്ളേറ്റത്ത് കിടക്കണം. അല്ലാതെ ആരുമില്ല. ഈ നേരെ ഇരിക്കുന്ന വീട് ക്ഷേത്രം വകയൊന്നും താമസക്കാരില്ല. അത് നമുക്ക് ബാക്കിലൊന്നും നന്നാക്കും അറിഞ്ഞുകൂടല്ലേ. കടയൊന്നും ഇല്ല. 2 ആഴ്ച അവർ സുഖമില്ല ചെറിയെങ്കിലും കിടക്കണം. അതെന്നാ അറിയാം. ഇല്ല ഞാൻ വടക്ക് തെക്കേണ് താമസം. ഇത് അറിഞ്ഞു വന്നതാണ്? അറിഞ്ഞു. എപ്പോഴാണ് ഈ ഒരു മരണവിവരം അറിഞ്ഞത്? ഞാൻ പോലീസൊക്കെ വന്നതിന് ശേഷമാണ് അറിയുന്നത്. പിന്നെ പോറ്റി ഒരു 10-26 വർഷം കൊണ്ട് ഇവിടെ ഉണ്ട്. 6 വർഷം കൊണ്ടായി കല്യാണം കഴിഞ്ഞിട്ട്. ഇവിടെ തന്നെ താമസം. ഇത് ക്ഷേത്രത്തിൻ്റെ വകയാണ് വീട്. ഇവിടെ തന്നെ സ്ഥിരം താമസം. അപ്പോൾ പോറ്റി ക്ഷേത്രം അടച്ചതിന് ശേഷം ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് മരിച്ചു കിടക്കുന്നത് കാണുന്നത്. എന്നിട്ട് ആ ടൈലറുടെ അടുത്ത് വന്ന് പറഞ്ഞ് എൻ്റെ ജ്യേഷ്ഠനെ വിളിച്ച് അതിന് ശേഷമാണ് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്ത് പോലീസ് വന്നത്. അതിന് ശേഷമാണ് ഞാൻ വരുന്നത്. അതിന് ഇത്രയൊക്കെ എനിക്കറിയാവും. മരിച്ച ആതിരെ അറിയാവോ? കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ വീട് അടുത്ത് തന്നെ. ഇവിടെ നിന്ന് ഒരു 3-4 വീട്ടിനടുത്താണ്. അതുകൊണ്ട് സ്ഥിരം കാണുന്നുള്ളതാണ്. പയ്യനെ അറിയാം. പയ്യൻ നമ്മളടുത്തൊക്കെ വരും. നല്ല സ്വഭാവമൊക്കെ ഇതാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ നമ്മൾ തന്നെ ഒരു അന്തം വിട്ടു. ഇവിടെ ഇപ്പം അടുത്തൊന്നും വീടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണല്ലേ ഇവിടെ? അടുത്ത് വീടെന്ന് പറഞ്ഞാൽ ഈ വീടുണ്ട്. പിന്നെ ഇത് കടയാണ്. കടയോട് കൂടിയ വീടാണ്? ഇല്ല, ഇത് ടൈലർ ഷോപ്പാണ്. അതിര തയ്ക്കുന്ന? അല്ല, അത് വേറെ ആളുണ്ട്. അവിടെയാണോ ഇദ്ദേഹം പോറ്റി ആദ്യം വന്ന് പറഞ്ഞത് ഇങ്ങനെ മരിച്ചു കിടക്കണായിട്ട്. അവർ 2 പേരും കൂടെയാണ് പിന്നെ പോലീസിനെ അറിയിച്ചു. എൻ്റെ ജ്യേഷ്ഠനെ വിളിച്ച് നമ്പറില്ലാത്തതുകൊണ്ട് പിന്നെ ജ്യേഷ്ഠൻ വന്നിട്ടാണ് നമ്പർ കൊടുത്തത്. ജ്യേഷ്ഠൻ വന്ന് പോലീസിനെ വിളിച്ച് പിന്നെ പോലീസ് വന്നാണ് ഇതൊക്കെ അറിയണം. അതിന് ശേഷമാണ് ഞാൻ അറിയണം. എൻ്റെ വീട് അതിൻ്റെ അപ്പുറത്തെ ഞാനും ടൈലറാണ്. ഞാൻ അറിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നത്. കൊലപാതകം എന്ന സംശയത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. കൊലപാതകം തന്നെ തോന്നണം. ഇന്നലെ വന്നിട്ടൊക്കെ പോയെന്നോ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇവിടെയൊക്കെ ഇപ്പോൾ പറയുന്നത് അങ്ങനെയൊക്കെയാണ്. ഇത്രയൊക്കെ അറിയാവൂ. പിന്നെ പയ്യൻ പെരുമാതരം കണ്ട് വാടകയ്ക്കൊക്കെ താമസിച്ചിരുന്നെന്നും പറയുന്നുണ്ട്.
എറണാകുളത്തുള്ളതാണെന്നും പറയുന്നുണ്ട്. ഇത്രയൊക്കെ നമുക്കറിയാവും.